ചിലവൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ട് സേവ് ചെയ്യാന്നാണോ ഇപ്പോഴും നിങ്ങളുടെ പ്ലാൻ? എങ്കിൽ നിങ്ങൾ സേവിങ്സിനെ കുറിച്ചിട്ട് ഇപ്പോഴും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ശരിയായിട്ട് സേവ് ചെയ്യാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തോളൂ. ഒട്ടുമിക്ക ആൾക്കാരും സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ്, EMI, അവരുടെ ബാക്കിയുള്ള എക്സ്പെൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സേവിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറ്. ഇനി ചിലരുടെ കേസാണെന്നുണ്ടെങ്കിൽ മാസാവസാനം എല്ലാവരുടെയും പോക്കറ്റ് കാലിയാവുന്നതാണ് അവസ്ഥ. ഇനി ഇത് തന്നെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ, നിങ്ങൾ സേവ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്താലോ? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 50-30-20 റൂൾ വർക്ക് ആവുന്നത്. ഇതിൽ 50% നിങ്ങളുടെ നീഡ്സ് ആൻഡ് 30% നിങ്ങളുടെ വാണ്ട്സ് ആൻഡ് 20% നിങ്ങളുടെ സേവിങ്സ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു 20K ആണ് സാലറി എന്നെങ്കിൽ അതിന്റെ 20%, അതായത് 4000 രൂപ നിങ്ങൾ സാലറി ക്രെഡിറ്റ് ആയ ഉടനെ തന്നെ സേവിങ്സ് ആയിട്ട് നിർബന്ധമായിട്ട് മാറ്റി വെക്കണം. ബാക്കി വരുന്ന 16,000 രൂപ കൊണ്ട് വേണം നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം മാനേജ് ചെയ്യാൻ. ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സും കൂടെ തന്നെ നിങ്ങളുടെ ചെലവുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, ആദ്യം സേവിങ്സ് പിന്നെ സ്പെൻഡിങ്.